ഹോർമുസ് കടലിൽ അമേരിക്കയും ഇറാനും ലോകത്തെ വെടിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ അവസാനിച്ച മധ്യസ്ഥ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം പുതിയൊരു നിലപാടിലേക്കാണ് അമേരിക്ക ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹോർമുസ് കടൽ കടക്കാൻ $2 മില്യൺ വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. ആ പണം നൽകുന്നവരെ മാത്രമേ കടൽ മാർഗം കടത്തിവിടുന്നുള്ളൂ എന്നുള്ളത് കൃത്യവുമാണ്. അതുതന്നെ പണം നൽകിയാലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളെ കടത്തിവിടില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലെ ചർച്ചയ്ക്ക് ശേഷം അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് വ്യത്യസ്തമാണ്. അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഹോർമുസ് കടൽ കടക്കുന്ന ഒരു കപ്പലും അമേരിക്കക്ക് ചുങ്കം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത്, ചുങ്കം കൊടുത്ത് കടൽ കടക്കുകയാണെങ്കിൽ അമേരിക്ക ആക്രമിക്കും, അല്ലെങ്കിൽ വെടിവെക്കും. അതാണ് അമേരിക്കയുടെ നിലപാട്. ചുങ്കം കൊടുക്കാതിരുന്നാൽ ഇറാൻ ആക്രമിക്കും, ഇറാൻ വെടിവെക്കും. യഥാർത്ഥത്തിൽ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ലോകത്തെ വെടിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിരിക്കുന്ന ഒരു നിലപാടോടുകൂടി ഈ യുദ്ധത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്നില്ല. കാര്യം, ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് അമേരിക്ക ചർച്ചയ്ക്ക് വിട്ടത്. വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇറാൻ്റെ ഭാഗത്ത് ചർച്ചയ്ക്ക് വന്നത്. രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഇറാനിയൻ സംഘത്തോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ബിസിനസ്സിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന, സാമ്പത്തിക മുന്നേറ്റവും അധികാര നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വിഭാഗമാകുന്ന സമയത്ത് അവരൊരിക്കലും യോജിച്ച ഒരു രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. അത് ഇവിടെ പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇപ്പോൾ 2000-ലധികം കപ്പലുകൾ ഹോർമുസ് കടൽ കടക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ, അതായത് ഇറാഖ് മുതൽ ഏറെക്കുറെ UAE വരെ പരന്ന് കിടക്കുകയാണ്. അതിർത്തി കടക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ അനുമതി വേണം. ഇറാൻ്റെ അനുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ സങ്കീർണമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ വിഷയത്തെ അമേരിക്ക തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. യുദ്ധത്തിന് തയ്യാറെന്ന് ഇറാൻ പറയുന്നു. വലിയ രീതിയിലുള്ള പിന്തുണയുമായിട്ട് ചൈന എത്തുന്നു. അതോടനുബന്ധിച്ച് ചൈനയെ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു വിഷയങ്ങൾ ഇപ്പോൾ അത് നിലനിൽക്കുന്നു. അതോടുകൂടിയിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്ക് വലിയൊരു താല്പര്യമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വെനിസുലയ്ക്ക് ശേഷം ഇറാനും കൈവിട്ടു പോവുകയാണെങ്കിൽ അവരുടെ രാജ്യത്തുള്ള സാമ്പത്തിക പ്രശ്നം രൂക്ഷമാവാനുള്ള സാധ്യതകൾ ചൈന വിലയിരുത്തുന്നു. വ്യവസായ സംവിധാന കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ആഘാതമേൽക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ഏതു തരത്തിലും സംരക്ഷിക്കണം എന്നുള്ളിടത്തേക്കാണ് ഇപ്പോൾ ചൈനയുടെ നിലപാട്. ആ നിലപാടിനെ ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം യുദ്ധക്കപ്പലിൽ ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അങ്ങനെ സർവ്വ മേഖലയാലും ഇപ്പോൾ രാജ്യങ്ങൾ സജീവമാകുന്നു എന്നുള്ളത് യുദ്ധഭൂമിയിൽ അമേരിക്ക ഒറ്റപ്പെടാനുള്ള പ്രധാന കാര്യമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ ഈ കാര്യം വിലയിരുത്തുകയാണ്. ചൈന മാത്രമല്ല, റഷ്യയും ഏറെക്കുറെ ഇറാനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സഹായകാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുന്നില്ല. ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ പിന്നീട് രഹസ്യമായി സഹായിക്കുന്ന റഷ്യ പരസ്യമായിട്ട് സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല, പറയാതിരിക്കാനും പറ്റാത്ത ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാകിസ്ഥാൻ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് ഇറാന് നൽകാനുള്ള അമേരിക്ക പിടിച്ചു വെച്ച ഇറാൻ്റെ സമ്പത്ത് തിരിച്ചു നൽകണം എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തതായിട്ട് പറഞ്ഞ കാര്യം, അത് അമേരിക്ക പറഞ്ഞതാണ്, ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവണം. ഭാവിയിൽ ആണവായുധം നിർമ്മിക്കാൻ ഒരു തരത്തിലും ഇറാന് സാധിക്കാത്ത വിധമുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ്. താൽക്കാലത്തേക്ക് എന്നുള്ള ഒരു അടിസ്ഥാനമൊന്നുമല്ല പറഞ്ഞത്. അത് ലോകാവസാനം വരെ എന്ന തരത്തിൽ അതിനെ പരാമർശിക്കുന്ന തരത്തിലാണ്. ഇത് രാജ്യത്തിൻ്റെ
അധികാരത്തിലുള്ള അല്ലെങ്കിൽ രാജ്യ നിയമവ്യവസ്ഥയ്ക്കുള്ള ഇടപെടലാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. അതോടുകൂടി രണ്ട് തലത്തിലേക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പക്ഷം ചേർന്നുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇപ്പോൾ രണ്ട് ചേരിയായിട്ട് തിരിയുന്നു എന്നുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ തന്നെ പ്രകടമാണ്. പ്രതീക്ഷകൾ അസ്തമിച്ച രീതിയിലാണ് ഇപ്പോൾ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ തീർന്നിരിക്കുന്നത് എന്ന് ലോകത്തിന് തന്നെ വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വലിയ രീതിയിൽ വർദ്ധിക്കാൻ ഇടയാക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അന്താരാഷ്ട്ര മീഡിയകൾ ഇപ്പോൾ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. GCC രാജ്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് കണിശമായിരിക്കുന്ന ചില നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കൃത്യമായിരിക്കുന്ന ഒരു തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ തങ്ങൾ റഷ്യയെയും ചൈനയെയും ആശ്രയിക്കേണ്ടി വരും എന്ന തരത്തിലാണ്. അപ്പോൾ ഒന്നുകിൽ ഇത് സൈനികപരമായ രീതിയിലോ അല്ലെങ്കിൽ സമാധാനപരമായ രീതിയിലോ തീരുമാനമെടുക്കുക, അതല്ലെങ്കിൽ ആശ്രയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മാറി ചിന്തിക്കണമെന്ന് പറയുന്ന സമയത്ത് ചൈനയോടും റഷ്യയോടും അനുഭാവം പ്രകടിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇതോടുകൂടി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വിഷയം വളരെ കൃത്യതയോടുകൂടി അമേരിക്കയെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. കാര്യം എന്ന് പറയുന്നത്, യുദ്ധം ഇനി രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണെങ്കിൽ അത് ശക്തമായ രീതിയിൽ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം കഠിനമാക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേലിനോടൊപ്പം തന്നെ അവർ മിഡിൽ ഈസ്റ്റിനെയും ആക്രമിക്കുന്നുണ്ട്, ഇതുവരെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഇവിടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാവും. ഇപ്പോൾ തന്നെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക നഷ്ടം GCC രാജ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറമെ ഒരു ബാധ്യത കൂടിയായി ഈ യഥാർത്ഥത്തിൽ ഈ വിഷയം മാറാനുള്ള സാധ്യതകളും വിലയിരുത്തപ്പെടുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയോടായിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇറാൻ തങ്ങളെ ആക്രമിക്കുന്നത് അമേരിക്കയുടെ സൈനിക ബേസും സംവിധാനവും ഈ രാജ്യത്ത് ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ബേസുകളെയും ആ സംവിധാനത്തെയും ഒഴിവാക്കിയാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുകയാണ്. ആ കാര്യത്തിലേക്ക് നീങ്ങണം എന്നുള്ളതാണ്. അതിൽ തന്നെ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, പൂർണ്ണ രീതിയിൽ അമേരിക്കയുടെ സൈനിക ബേസുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും ഇറാൻ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. ആ പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംവിധാനത്തെക്കുറിച്ച് തങ്ങൾ ആ സമയത്ത് ആലോചിച്ച് ചെയ്യാം എന്നുള്ള മറുപടി അതിന് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവ്വ മേഖലയിലും യഥാർത്ഥത്തിൽ പ്രതിസന്ധിയാകുന്ന രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൃത്യമായിരിക്കുന്ന നിലപാടെടുക്കാൻ സാധിക്കാത്തതും ഹോർമുസിൽ മൈനുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഈ മൈനുകൾ നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ്. ഈ IRGC പുറപ്പെടുവിച്ച പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് അവർക്ക് അമേരിക്കയുടെ കപ്പലുകൾക്ക് ഈ മേഖലയിൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ലെന്നും തങ്ങൾ അവരെ ഓടിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. അത് സത്യമാണെങ്കിൽ ഇപ്പോഴും ഹോർമുസ് കടലിൻ്റെ അടിഭാഗത്ത് മൈനുകളുണ്ട്. ഏതെങ്കിലും കപ്പലുകൾ വരുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു ഭയാശങ്ക ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് ഏറ്റവും കഠിനമായ രീതിയിൽ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്, പ്രത്യേകിച്ച് അമേരിക്കക്കെതിരെ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ലോക രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയോട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയം യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു. ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും ഇനിയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള കാര്യമൊക്കെ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനെ പോലും വേണ്ടത്ര ഇറാന് വിശ്വാസമില്ല എന്നൊരു വിഷയമുണ്ട്. കൃത്യമായിരിക്കുന്നൊരു നിലപാട് ഈ അമേരിക്കക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. യുദ്ധവും അതിൻ്റെ കെടുതിയും അതിൻ്റെ ദുരിതവും അതിൻ്റെ പ്രശ്നങ്ങളുമെല്ലാം സൗഹൃദ രാജ്യം എന്ന നിലക്ക് പാകിസ്ഥാനാണ് അമേരിക്കയെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ആ കാര്യത്തിൽ അവർ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ കാണിച്ചിട്ടില്ല. അതല്ലെങ്കിൽ അവരത് പരാജയപ്പെട്ടിരിക്കും.